ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നെയിൽ മെഹന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നഖത്തുമൊക്കെ ഇടാനായിട്ട് പെട്ടെന്ന് ചോക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടമൈലാഞ്ചി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മൈലാഞ്ചി. പക്ഷെ പാട്ടമൈലാഞ്ചി അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര 5 ടീസ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. പിന്നെ 5 ടീസ്പൂൺ ചായപ്പൊടി, വേറെ ഒന്നും നമ്മളിതിൽ ആഡ് ആക്കണില്ല. 5 ടീസ്പൂൺ പഞ്ചസാരയും 5 ടീസ്പൂൺ ചായപ്പൊടി മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു വെക്കുക. ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടെ കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രം, പഴയൊരു പാത്രമാണ് എടുത്തേക്കണത്. അതിനുള്ളിൽ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിൽ വെക്കാനായിട്ട്. പാട്ട വേണ്ട, പാട്ടല്ല ഉപയോഗിച്ചേക്കണം കേട്ടോ. പഴയത് തന്നെ വേണമെന്നില്ല, അലുമിനിയത്തിൻ്റെ ഒരു പാത്രം. അലുമിനിയം ആകുമ്പം ഉള്ളിലിങ്ങനെ കട്ട പിടിക്കുമ്പോൾ അത് വിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, വിട്ട് കിട്ടും. അതിൻ്റെ ഉള്ളിൽ ഇത് വന്നാലും നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് അലുമിനിയത്തിൻ്റെ എടുത്തത് കേട്ടോ. ആ പഞ്ചസാരയും ചായലയും കൂടി മിക്സ് ആക്കുക. ഈ മിക്സ് ആക്കിയത് ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു ചട്ടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഞാനിങ്ങനെ ചെയ്ത് നോക്കിയപ്പം ഈ പാത്രത്തിന് ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, അടിയിലത്തെ അലുമിനിയം പാത്രത്തിന് ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ കുറേ ഗ്യാപ്പുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അലുമിനിയത്തിൻ്റെ ഇതല്ല വേറൊരു പാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കേക്കിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്തത്. എന്നിട്ട് ഗ്യാസുമ്മ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ അലുമിനിയം പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, 15 മിനിറ്റ് ഞാൻ പിടിച്ചത് കേട്ടോ. 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഗ്യാസ് ഓണാക്കുക. അപ്പോൾ 15 മിനിറ്റ് ആവാറായിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫാക്കി ആ ഒരു പാത്രം എടുത്ത് നോക്കിയപ്പം ഇത്രയും നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി നീര് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ അവസ്ഥ ഇതാണ്. അലുമിനിയം അറിഞ്ഞും കൂടി നമുക്ക് പെട്ടെന്ന് ഇത് വിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല. ഇത്രയും നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതിന് കത്തി വെച്ചിട്ട് ഉണങ്ങിയിട്ട് ചൂടാറിയതിന് ശേഷം കത്തി വെച്ചൊന്ന് ഇതായി കഴിഞ്ഞാൽ കറക്റ്റ് ഇത് വിട്ട് കിട്ടും കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ നീര് ഇതിൽ കൂടെ മിക്സ് ആക്കാം. നല്ല രീതിയിൽ മിക്സ് ആക്കുക. അപ്പം ഞാനെടുത്ത മൈദപ്പൊടീൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയിന്ന് തോന്നുന്നുണ്ട്. ആദ്യം നീരിൻ്റെ ഉള്ളിലേക്ക് മൈദപ്പൊടി ഇടുകയാണെങ്കിൽ അപ്പോൾ നീര് എത്രയും ഉണ്ടാവും നമുക്കതനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. മൈദപ്പൊടി കുറച്ച് കൂടിപ്പോയിന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ ഇന്നിടുമ്പോൾ ശ്രദ്ധിക്കാൻ, കൈമിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ മൈലാഞ്ചി ഇട്ട് ഉണങ്ങിയതിന് ശേഷമുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഇതിനെ 2 പ്രാവശ്യം ഇട്ടതിന് ശേഷം കേട്ടോ കാണുന്നത്, ഒറ്റ പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ഇട്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ ഓൾ.